ADGP MR അജിത് കുമാറിന് RSS ബന്ധം ഉണ്ട് എന്നൊരു വ്യാജ പ്രചരണമെന്ന് RSS വിശേഷാൽ സമ്പർക്ക പ്രമുഖ A. ജയകുമാർ. മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു. ഉത്തരവിൽ RSSനെ കുറിച്ച് പരാമർശമുണ്ടോ എന്നും ചോദ്യം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത്, ഈ ഒരു വിഷയത്തിൽ RSS നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഏത് തരത്തിലാണ് വിശദീകരണം? ADGP MR അജിത് കുമാറിന് RSS ബന്ധം ഉണ്ട് എന്നത് വ്യാജ പ്രചരണമെന്നാണ് RSS വിശേഷാൽ സമ്പർക്ക പ്രമുഖ A. ജയകുമാർ വ്യക്തമാക്കി കഴിഞ്ഞത്. മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തരവിൽ RSSനെ കുറിച്ച് പരാമർശം ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന് RSS ബന്ധം ഉണ്ട് എന്ന തരത്തിലുള്ള വിമർശനമാണ് PV അൻവർ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട CPIയുടെ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തു നിന്നും MR അജിത് കുമാറിനെ ഇന്നലെ മാറ്റിയിരുന്നത്. സായുധ സേനാ ബറ്റാലിയൻ്റെ ചുമതലയാണ് MR അജിത് കുമാറിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ RSS ബന്ധം ഉണ്ട് എന്നത് വ്യാജ പ്രചരണമെന്നാണ് RSS നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞത്. RSS വിശേഷാൽ സമ്പർക്ക പ്രമുഖ A. ജയകുമാറാണ് RSSന്റെ നിലപാട് ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞത്. മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം ഉത്തരവിൽ RSSനെ കുറിച്ച് പരാമർശമുണ്ടോ എന്നും ചോദ്യം. ഇവരുമായി പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്നും ശരിയാണ്. പ്രജിത്ത്, ഉത്തരവിൽ RSSനെ കുറിച്ച് പരാമർശമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് RSS നേതൃത്വം ചോദിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടും നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ കൂടി. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം ഈ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയും അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് ബറ്റാലിയനുകളുടെ ചുമതലയിൽ നിലനിർത്തുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു നടപടി പോലും ഒന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇതൊരു സാധാരണ ട്രാൻസ്ഫർ ഓർഡർ മാത്രമായി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുന്നത് സർക്കാരിന്റെ താല്പര്യപ്രകാരം മാറ്റി നിയമിക്കുന്നത് പോലെയുള്ള ഒരു സാധാരണ ഓർഡറായി മാത്രമാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ ഒരു നടപടി ഉണ്ടെന്നോ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നോ അങ്ങനെയുള്ള ഒരു പരാമർശങ്ങളോ കൃത്യമായ നിർദ്ദേശങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നടപടി പോലും ഒന്നും വിളിക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറെ കൂടി പ്രസക്തമാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് RSS പോലൊരു പ്രസ്ഥാനത്തിന് ADGPയുമായി നേരിട്ട് ആ രീതിയിലുള്ള ബന്ധങ്ങളില്ല. അദ്ദേഹത്തിന് RSSന്റെ സഹയാത്രികനല്ല. IPSഉം ഉന്നത പദവികളും അദ്ദേഹത്തിന് നൽകിയത് RSSും അല്ല എന്നുള്ളത്. കാരണം ADGP MR അജിത് കുമാർ ആ സ്ഥാനത്തേക്ക് വളർന്നെത്തുന്നതിന് അദ്ദേഹം കടന്നു വന്ന വഴികളിൽ UDFന്റെയും LDFന്റെയും സർക്കാരുകളുണ്ട്. അവർ നൽകിയിട്ടുള്ള പ്രൊമോഷനുകളുണ്ട്, അവർ നൽകിയിട്ടുള്ള പദവികളുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ വന്നൊരു ഉദ്യോഗസ്ഥന് RSSുമായിട്ട് നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഒരു പക്ഷേ ഇനി അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത പക്ഷത്തോളം രാജ്യത്തെ ഏതൊരു പ്രസ്ഥാനവുമായും സഹകരിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് സംവിധാനങ്ങളുമായി അടുത്ത് നിൽക്കുന്നതിൽ തെറ്റുകളില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ADGPക്കെതിരായ DGPയുടെ റിപ്പോർട്ടിൽ പോലും അങ്ങനെയുള്ള പരാമർശങ്ങൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം തൃശ്ശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂര സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നതിൽ ഒരു വീഴ്ച കാണിച്ചു എന്നുള്ളതായിരുന്നു ADGPക്കെതിരെ നടപടി സ്വീകരിക്കാനായി കണ്ടെത്തിയ കാരണങ്ങൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് PV അൻവർ MLA ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ പോലും അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിലാണ് DGPയുടെ റിപ്പോർട്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ RSS ബന്ധം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്ന രീതിയിലേക്കുള്ള ചില മാധ്യമ പ്രചാരണ വേലകളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. കാരണം കേരളത്തിൽ RSSുമായി അടുക്കുന്നത്, RSSുമായി ബന്ധം പുലർത്തുന്നവരെയൊക്കെ പേടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തോ ഒരു തൊട്ടുകൂടായ്മ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന രീതിയിൽ കേരളത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ കേരളത്തിലെ ഇടത് മാധ്യമപ്രവർത്തകരാണെന്നുള്ള ആരോപണം കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതിന് തെളിവ് നൽകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തരം മാധ്യമങ്ങളുടെ ഭാഗത്ത് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഒരു വിഷയങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇതൊരു വാർത്തയാക്കി മാറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. പ്രത്യേകിച്ച്
മലബാർ കേന്ദ്രീകരിച്ചുള്ള തീവ്ര മുസ്ലിം സംഘടനകളെയൊക്കെ പ്രീണിപ്പിക്കുന്നതിന് ADGPക്കെതിരെ നടപടിയെടുക്കുന്നതിന് ആ ADGPക്ക് പിന്നിൽ സംഘപരിവാറാണ് അല്ലെങ്കിൽ RSS ആണെന്ന രീതിയിൽ ഒരു പ്രചാരണം നടത്തുകയും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ ആ നടപടി ആവശ്യപ്പെട്ടവർക്കും ആ നടപടി എടുത്തവർക്കും തങ്ങൾക്ക് ഇത്തരം ചില തീവ്ര നിലപാടുകാർക്കെതിരെ അല്ലെങ്കിൽ തീവ്ര നിലപാടുകാരുടെ പിന്തുണ കിട്ടുമെന്ന് സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഹമാസ് അനുകൂലികൾക്ക് പോലും ഹമാസ് പോലെ ഒരു ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്നവരെ പോലും സംരക്ഷിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പരിപാടികൾ നടത്തുന്നതിന്റെ പേരിൽ അവർക്ക് വേണ്ടി ആരാണ് കൂടുതൽ പ്രചാരണം നടത്തുന്നത്, ഹമാസിന് വേണ്ടി കൂടുതൽ കേരളത്തിൽ കൂടുതൽ പരിപാടികൾ നടത്തുന്ന രീതിയിലുള്ള ഒരു മത്സരം പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അതിൽ തിരിച്ചടിയേറ്റതിന് ശേഷം അതിൽ ചില വെള്ളച്ചേർക്കലുകൾ അല്ലെങ്കിൽ ചില ഉരുണ്ടുകളികളൊക്കെ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ കാണുന്നു. മലബാറിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മലബാറിൽ നിലനിൽക്കുന്ന ചില ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ആരോപണം നേരിടുന്ന ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അത്തരം ആളുകളെയൊക്കെ പ്രീണിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം പ്രചാരണങ്ങൾ പ്രധാനമായും നടക്കുന്നത്. അതുപോലെ ഈ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ADGPക്കെതിരെ നടപടിയെടുത്ത സർക്കാർ ആരാണ് അല്ലെങ്കിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാണ്? പണ്ട് അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദി നേതാക്കൾക്കൊരാൾക്ക് അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടാൻ തയ്യാറായിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രി ഇരുന്നു കൊണ്ടാണ് ADGP ഒരു RSS നേതാവിനെ കണ്ടു എന്നുള്ളൊരു കാരണത്തിലോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ആരോപണം വരുന്ന സാഹചര്യത്തിൽ മറ്റു ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൃത്യമായ ഒരു വിശദീകരണം പോലും ഇല്ലാതെ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഭീകരവാദികളെ അടക്കം പിന്തുണയ്ക്കുന്ന ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് ADGP ഒരു സംഘടനയിൽപ്പെട്ട നേതാക്കളെ കണ്ടു എന്നുള്ള കരുതിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ADGPക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു വന്ന CPIയുടെ ചില രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഇതിലുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ വലിയ പരാജയം അത് അവർക്കുണ്ടായ ഒരു രാഷ്ട്രീയ തിരിച്ചടിയാണെന്നും തൃശ്ശൂരിലെ ജനങ്ങൾ അവർക്ക് നൽകിയൊരു മറുപടിയാണ് എന്നുള്ളതും തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് RSS നേതൃത്വം ഇതിനകം നൽകി കഴിഞ്ഞത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.